വേണമെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ കേരളം ഒന്നിച്ചു പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് തമ്മിൽ പരസ്പരം ഇടം തടിച്ചു നിന്നിരുന്ന മുഖ്യമന്ത്രിയും ഗവർണറും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസുമായിട്ട് പാർലമെന്റിൽ ഏറ്റുമുട്ടിയ സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയോടൊപ്പം ഈ ദുരന്ത ഭൂമിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം കേരളത്തിന് ഒരു ഐക്യത്തിന്റെ കാഹളമാണ്, ഒരു സന്ദേശമാണ്. 2018 പ്രളയം പോലെ തന്നെ കേരളത്തിലെ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വർണ്ണഭേദങ്ങളില്ലാതെ ജനങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഒരു ചിത്രം തന്നെ നമുക്ക് ഇന്ത്യ ഒന്നിച്ച് കേരളത്തിന് പിറകിൽ ഈ ദുരിതഭൂമിയിൽ നിൽക്കുന്നതിന്റെ ഒരു ചിത്രം നമുക്ക് നേർക്കാഴ്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മോദി എന്ന് പറയുന്നതിനെ കശാപ്പുകാരനായും മരണത്തിന്റെ വ്യാപാരിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചവർക്കുള്ള ഒരു മറുപടിയുണ്ട്. അവിടെ ജാതിയോ മതമോ ഒരു പരിഗണനയും കൂടാതെ കൊച്ചുകുട്ടികളെയും എല്ലാവരെയും നഷ്ടപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ ജീവന് വേണ്ടി ഓരോ നിമിഷവും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും അവരെയൊക്കെ ദുരന്ത ഭൂമിയിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾക്കാരെയോ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു മനുഷ്യത്വത്തിന്റെ ആ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്ന, അദ്ദേഹം ഒരു ഹൃദയമുള്ളവനാണെന്ന് തോന്നിപ്പിക്കുന്ന, ക്രൂരനായ ഒരു മനുഷ്യനല്ല, മനുഷ്യനായ ഒരു പ്രധാനമന്ത്രിയാണ്, രാഷ്ട്രത്തിന്റെ സേവകനാണെന്ന് ദ്യോതിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ 2000 കോടിയുടെ ആവശ്യങ്ങളൊക്കെ മുന്നേ കൂട്ടിയിട്ട് ഒരു മുഴം മുമ്പേ ഒക്കെ എറിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം മോദി അത് കൊടുത്തില്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ പറഞ്ഞുകൊണ്ട് അതിലോട്ട് രാഷ്ട്രീയം കളിക്കാനുള്ള ഇതാണ്. അപ്പൊ നമുക്ക് പണമല്ല വേണ്ടത്. പണം വന്നു കഴിഞ്ഞാൽ അത് വായുവിൽ ആവിയായി പോകുന്നത് പോലെ അങ്ങ് പോവുകയുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യം, ഭൂമിയിലെ മണ്ണിടിഞ്ഞു പോയതുപോലെ അങ്ങ് പോവുകയുള്ളൂ. അതുപോലല്ല നമുക്ക് വേണ്ടത്. ചോർന്നൊലിച്ചു പോകുന്ന മണ്ണല്ല, സ്ഥിരമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് അവരുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളത് പ്രധാനമന്ത്രി മോദി വേണ്ട ഗ്രഹപാഠമൊക്കെ ചെയ്തു തന്നെ ആയിരിക്കും വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതൊരു ടൗൺഷിപ്പ് ആയിരിക്കും. കാരണം ആ ദുരന്ത മേഖല ഇനി ജീവിക്കാൻ പറ്റിയ ഏരിയയല്ല. അവർക്ക് വേണ്ടി കാശ്മീരിലെ അഭയാർത്ഥികളുണ്ടല്ലോ, അവിടുത്തെ പണ്ഡിറ്റുകൾ, അവർക്ക് വേണ്ടി ഒരു ഫ്ളാറ്റ് സമുച്ചയം തന്നെ നിർമ്മിച്ചതുപോലുള്ള ഒരു സമുച്ചയം. ഏതാണ്ട് 910 പേരാണ് ഇതിലേറ്റവും അധികം അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളായി. അപ്പൊ ഈ 910 പേരുടെ എണ്ണമാണ്. ആ എണ്ണം എന്ന് പറയുമ്പോൾ 910 എന്ന് പറയുമ്പോൾ ഒരു 250 ഫ്ളാറ്റുകളിലായിട്ട് വേണമെങ്കിൽ നമുക്കവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരൊറ്റ സമുച്ചയത്തിൽ ഒരു ടൗൺഷിപ്പിന്റെ രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് തന്നെ അതിനുവേണ്ട സ്ഥലം പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. നല്ല പരിഹാരവുമായിരിക്കും. കാരണം ആ ദുരന്ത മേഖലയിലേക്ക് ഇനിയും പോയി താമസിക്കുന്നത് ഏറ്റവും ദുഷ്കരമാണ്. ഇനിയും വീണ്ടും ഒരു കൂടി ഉണ്ടായാൽ ഇപ്പൊ അവശേഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളും അവിടെ ഉണ്ടാവാനിടയില്ല. അങ്ങനെ ഈ വിഷഭൂമി എന്ന് പറയുന്ന, വിഷകന്യക എന്ന് പറയുന്ന ആ മണ്ണില് പോരടിച്ച് പാമ്പുകളോടും അതുപോലെ തന്നെ നാനാജാതി രോഗങ്ങളോടും സാംക്രമിക രോഗങ്ങളോടും ഒക്കെ മല്ലടിച്ചുകൊണ്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് ചുളുവിലേക്ക് വാങ്ങിയതാണെങ്കിലും ആ മണ്ണിൽ പോയി കഷ്ടപ്പെട്ട് അവിടെ കാർഷിക മേഖല പടുത്തുയർത്തിയ ആൾക്കാർ അഭിനന്ദനം അർഹിക്കുന്നു. കേരള കാർഷിക മേഖലയ്ക്ക് അത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരൊക്കെ അധ്വാനവർഗമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ചൂഷണമായിരുന്നു നടന്നിരുന്നത്. കടന്നേറ്റം, കൈയേറ്റം, ലാഭം ഉണ്ടാക്കാൻ റിയൽ എസ്റ്റേറ്റ്, ക്വാറി മാഫിയ, മണ്ണിനോട് ഒരു മര്യാദയും കാണിക്കാതെ മണ്ണിന്റെ ആ പാറകളെയൊക്കെ തട്ടി തകർത്തുകൊണ്ട്, ആ പാറകൾ പോയത് തീർച്ചയായിട്ടും വലിയൊരു ദുരന്തം ആ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മണ്ണൊലിച്ചു പോകാനിടയായിട്ടുണ്ട്. മണ്ണിന്റെ ഉറപ്പ് നഷ്ടമാക്കിയിട്ടുണ്ട്. അത് കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് വൻ ലാഭം ഈ ക്വാറി മാഫിയകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം. അപ്പൊ ഇനി നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ, പഴയ ഭൂസ്ഥിതിയിലേക്ക്, ഭൂവിനിയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ഇത് നമുക്കിവിടെ വിചിത്രമായിട്ടുള്ള കാര്യം, ആന വരുമ്പോഴായിരുന്നു കാണുക ഹാലിളകിയിരുന്നത് വനപാലകർക്കെതിരെ. ഇപ്പൊ ഈ വനപാലകർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ജീവനെങ്കിലും അവശേഷിക്കുന്നത്. കാരണം ഈ ദുരന്ത ഭൂമിയിൽ ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഈ സൈന്യത്തിനോടൊപ്പം ഈ വന സൈന്യം കൂടിയായിരുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പൊ നമ്മുടെ ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി, ആനയല്ല നമ്മുടെ ശത്രു, നമ്മൾ തന്നെയാണ് ശത്രു. നമ്മളവിടെ മൈനുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. മൈനുകൾ കുഴിച്ചുകൊണ്ട് മണ്ണുകൊണ്ടൊരു ബോംബുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ മൈനുകളിൽ മണ്ണുകൊണ്ടുള്ള, ആ കുഴികളിൽ മൈനുകളല്ല മണ്ണുകൊണ്ടുള്ള ബോംബുകൾ എന്ന് പറഞ്ഞാൽ മണ്ണൊലിച്ചു പോകുന്ന തരത്തിൽ ഭൂപ്രകൃതിയെ മാറ്റിയ ആ രീതി ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാതെ നോക്കുകുത്തിയായിരുന്ന ഗവൺമെന്റുകൾ അങ്ങോട്ട് ശ്രദ്ധ പോകാതെ നമ്മുടെ ലോക കേരള സഭയിലും നവകേരള സദസ്സിലും ഒക്കെ ശ്രദ്ധ പോയ, ആ പ്രയോറിറ്റികൾ തെറ്റിപ്പോയ, മുൻഗണനകൾ തെറ്റിപ്പോയ ഒരു ഗവൺമെന്റ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള മുൻഗണനകൾ എന്തെന്നും ഇവിടെ എന്താണ് വേണ്ടതെന്നും, ഈ 2000 കോടി കൊടുത്തു കഴിഞ്ഞാൽ അത്
പലരുടെയും പോക്കറ്റുകളിലേക്കും പാർട്ടികളുടെയൊക്കെ ട്രഷറികളിലേക്കും ഒക്കെ പോകുന്ന നന്നായിട്ട് അറിയാവുന്ന മോദി തന്നെയാണ് അഴിമതിയുടെ ലെവലേശം പുരളാത്ത, തന്റെ സർവ്വ സേവനവും രാജ്യത്തിന് വേണ്ടി മാത്രം, കുടുംബത്തിന് വേണ്ടി അല്ലാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മോദിയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ആങ്ങളെയും പെങ്ങളും കൂടെ വന്ന് ഇവിടെ പെറോട്ട കഴിക്കുകയും ഷോ നടത്തുകയും പത്രക്കാരത് കണ്ടുകൊണ്ട് അങ്ങ് രോമാഞ്ചം കൊണ്ടുകൊണ്ട് ഫോട്ടോ എടുക്കുകയും പെറോട്ട കഴിക്കുന്നു, അയ്യോ രാഹുൽ ഗാന്ധി പെറോട്ട കഴിക്കുന്നു വഴിയരിയിൽ ഇരുന്നുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഫുഡ് ടൂറിസം ആ ടൈപ്പ് അല്ല ഇത്. കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ടൂറിസം. അവിടെ അയോധ്യയിൽ പോയി രാമനും സീതയുമായിട്ട് വേഷം കെട്ടിയാടുന്ന ആ വില കുറഞ്ഞ ആ തരത്തിലുള്ള പ്രച്ഛന്ന വേഷ മത്സരമൊന്നും അല്ല ഇത് നടത്തുന്ന. കാര്യങ്ങളെല്ലാം പഠിച്ച് നെഞ്ചോട് ചേർത്ത് ഈ ദുരന്തത്തിന്റെ ഇരകളെ നേർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ആണ് തുറന്നു വെച്ചത്. ഹൃദയം തുറന്നു വെക്കുക. അല്ലാതെ ഇത് നാടകമൊന്നും പകർന്നാട്ടമൊന്നും അല്ല. അത് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ ആ മനുഷ്യൻ കൊണ്ട നില നമ്മുടെ എല്ലാം ദുഃഖം ഘനീഭവിക്കുന്ന നിമിഷമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടത്. ആ ദുഃഖം മുഴുവൻ, കേരളത്തിന്റെ ദുഃഖം മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ തളം കെട്ടി നിന്നിരുന്നു. അപ്പൊ കേരളം ഇവിടെ ഒന്നിച്ചു. അദ്ദേഹത്തിനെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഭരണപരമായ ബാധ്യത കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം എന്നോ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ അദ്ദേഹം വരുന്നത്. ഗുരുവെന്ന് അദ്ദേഹത്തെ പറയുന്നതിന് ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താനൊരു വിശ്വഗുരുവാണ്. മറ്റാരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വഗുരു എന്നും പറഞ്ഞ് വിശ്വഗുരു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാരതത്തെയാണ്. അത് വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ്. ആ പേര് വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കളിയാക്കുന്നവർക്കും ഒക്കെയുള്ള തക്ക മറുപടിയാണ്. ഇവരൊക്കെ ശരിയാണ്. പോയി കഴിയുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപങ്ങൾ ഉയർക്കാൻ നോക്കി നിൽക്കുന്ന, ശരിക്ക് പറഞ്ഞാൽ ജനവിരുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ ലക്ഷ്യം സാധിക്കുക തന്നെ ചെയ്യും. എങ്കിലും തൽക്കാലം ഈ ദുരന്ത ഭൂമിയിൽ വയനാടിന്റെ മണ്ണിൽ പുതുജീവൻ മുളയ്ക്കാൻ, പുതുനാമ്പുകൾ മുളയ്ക്കാൻ ഉള്ള ഒരു പാക്കേജ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. അത് അദ്ദേഹം ഡൽഹിയിൽ ചെന്നായിരിക്കും മിക്കവാറും പ്രഖ്യാപിക്കുക. ഇപ്പോ പണമൊന്നും ആർക്കും കൊടുക്കുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മുഖഭാഷയും എല്ലാം തന്നെ അവർക്ക് വേണ്ടത്ര ആശ്വാസം, താങ്കൾ ഒറ്റയ്ക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമായി തന്നെ ആ സന്ദേശം അവരിലും കേരളത്തിലെ ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേതൊരാളും ഏതൊരു നേതാവും അവിടെ വരുന്നതിനേക്കാൾ ഒരു ഫലപ്രദമാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ജനങ്ങളെ സ്നേഹിക്കുന്ന, തന്റെ നാടിനെ സ്നേഹിക്കുന്ന, ദേശസ്നേഹമുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു തരംഗം തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇത് വോട്ടിന് വേണ്ടിയുള്ള തരംഗമല്ല, നാടിന് വേണ്ടിയുള്ള തരംഗമാണ്. നാടിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള, നാടിന്റെ മണ്ണുമായിട്ട്, മനസ്സുമായിട്ട്, മനുഷ്യരുമായിട്ട് ഐക്യപ്പെട്ടതിന്റെ ഒരു തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, ഒരു വേവ് ലെങ്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളും നമുക്ക് വേണ്ടതില്ല.